ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കാതെ തന്നെ ഇന്ത്യയിലേക്ക് ഇന്ധനമൊഴുക്കാൻ പുതിയ തന്ത്രവുമായി കേന്ദ്രം. ഗൾഫ് കടലിനടിയിലൂടെ ഇന്ത്യയിലേക്ക് നേരിട്ട് ഇന്ധന പൈപ്പ് ലൈൻ. അറബിക്കടലിന്റെ ആഴങ്ങളിലൂടെ ഇന്ധനം ഭാരതത്തിന്റെ മണ്ണിലേക്ക് ഒഴുകുന്ന കാലം ഇനി കയ്യെത്തും ദൂരെയാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ മറ്റൊരു ദീർഘവീക്ഷണം. ഭാരതത്തിന്റെ സ്വയം സേവകൻ ഇനി മറ്റൊരു ദീർഘവീക്ഷണവുമായി എത്തുകയാണ്. UAE-യുമായി ചേർന്ന് നടപ്പാക്കുന്ന ഈ പദ്ധതിയിലൂടെ കടലിനടിയിലൂടെയുള്ള ആഴക്കടൽ പൈപ്പ് ലൈൻ വഴി ഗ്യാസും ഓയിലും നേരിട്ടും ഭാരതത്തിലെത്തിക്കാൻ സാധിക്കും. വിശ്വസിക്കാനാകുന്നില്ല അല്ലേ? പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ ഇങ്ങനെ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നതിനിടയിൽ ഭാരതത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നത് തന്നെയാണ് കേന്ദ്രത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വിപ്ലവകരമായ നീക്കം. ഇന്ധന ഇറക്കുമതിക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച സമുദ്രപാതയ ഹോർമുസ് കടലിടുക്കിനെയാണ് ഇന്ത്യയും ആശ്രയിക്കുന്നത്. അത് കുറയ്ക്കണമെങ്കിൽ UAE-യിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലേക്ക് കടലിനടിയിലൂടെ ഇന്ധന പൈപ്പ് ലൈൻ വരണം. അത് നിർമ്മിക്കാനുള്ള ഒരു വലിയ പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ രൂപം നൽകുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ തന്ത്രപരമായ ആ നയവും കരുത്തും വർദ്ധിപ്പിക്കുന്ന ഈ നിർദ്ദേശം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ സജീവ പരിഗണനയിലാണ്. നിലവിൽ ഇന്ത്യയുടെ 50% ക്രൂഡ് ഓയിലും 90% LPG ഇറക്കുമതിയും നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഇറാനും ഒമാനും ഇടയിലുള്ള ഈ ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെ ആണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തടസ്സങ്ങൾ ഉണ്ടായാൽ അത് ഭാരതത്തിന് ഇന്ധനവിലയെ, നിത്യോപയോഗ സാധനങ്ങളുടെ വിലയൊക്കെ ദോഷകരമായി ബാധിക്കും.